നമ്മൾ ഒരിക്കലും മറ്റുള്ളവരാകാൻ കൊതിക്കാതെ നമ്മളിൽ തന്നെ ഇഷ്ടംപോലെ നമുക്ക് ഇപ്പോൾ ശ്രീനാഥിലുള്ള ഒരുപാട് സാധ്യതകൾ അതിന്ന് കണ്ടെത്തി ജനം ആ മീഡിയയിൽ തന്നെ ഇന്ന് എത്രയോ പേര് അറിയുന്നു. ഇല്ല ഞാൻ ഈ മീഡിയയിൽ വരാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. എൻ്റെ ജീവിതം തകർന്ന് ജീവിതം ഒരു അവസാന ഘട്ടത്തിൽ അതെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ അല്ല എനിക്ക് വിരോധം. പക്ഷെ പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ എന്നെ വളർത്തിയത് പ്രേക്ഷകരാണ്. അവരുടെ മുകളിൽ ഞാൻ ഒരിക്കലും ഇല്ല, ഇല്ലെങ്കിൽ ഞാനില്ല, അവരാണ് എനിക്കെല്ലാം. ഞാൻ ജീവിതത്തിൽ തകർച്ചയുടെ വക്കിലെത്തിയ ഒരു സമയത്ത് ഡോണ്ട് ഡു ഇറ്റ്, ഞാൻ ഇനി പറയാൻ പോകുന്ന ഡോണ്ട് ഡു ഇറ്റ്. ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഡോണ്ട് ഡു ഇറ്റ്. ആത്മഹത്യ ഒന്നും ഒരു പരിഹാരമല്ല എന്നുള്ളത് അല്ല. അത് ഞാൻ എൻ്റെ കഥ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എൻ്റെ ലൈഫ് മതിയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ പോയി അവസാനമായി പ്രാർത്ഥിക്കുകയും അതിനുശേഷം ഒരു ടാബ് വാങ്ങിക്കുകയും, ടാബിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഈ വിഷം കുടിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ വൈഫ് ജോബിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഈസ് വൺ ഓഫ് ദ സീനിയർ ഡബിങ് ആർട്ടിസ്റ്റ് ഗ്രേസി, ഒരുപാട് പേർക്ക് ശബ്ദം കൊടുക്കുന്ന ആളാണ്. പുള്ളിക്കാരി എന്നെ വിളിക്കുക, ജസ്റ്റ് ഒരു ടെലിഫോൺ എവിടെയുണ്ട് എന്ന് ചോദിക്കാം. ഞാൻ ഇന്നടത്തുണ്ട്. ഞാൻ അഖിലേഷ് എന്ന് പറയുന്ന ഒരാൾ നമ്പർ ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിലില്ല. ഞാനിങ്ങനെ ഇന്ന ആളുടെ നിന്ന് വാങ്ങി നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ സിനിമയിലോ മറ്റോ അഭിനയിപ്പിക്കാൻ. ഷീസ് ഓൺലി എ ഫ്രണ്ട് ഓഫ് മീ. എനിക്കവരെ സിനിമയിൽ അഭിനയിക്കും. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം. 15 മിനിറ്റ് കഴിയുമ്പോൾ അഖിലേഷ് എന്നെ ഫോണിൽ വിളിക്കും. എനിക്ക് ഇന്നാളെ ഫോൺ നമ്പർ തന്നിട്ടാണ് ഞാൻ വിളിക്കുന്നത്. നിങ്ങൾ നാടകം അഭിനയിച്ചതിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ ഒരിടത്ത് തന്നു. സോ അതുകൊണ്ട് ഞങ്ങൾ പുതിയ ചെയ്യാൻ പോകുന്ന മൂവിയിൽ ഒരു എക്സെൻട്രിക് മൂഡുള്ള ഒരു സിറ്റി പോലീസ് കമ്മീഷണർ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ എവിടെയുണ്ട് ഇപ്പോൾ? പക്ഷെ ഞാൻ അവിടെ വെച്ചു. ടേണിംഗ് പോയിന്റ് തുടങ്ങുകയാണ് മരിക്കുന്നതിന് മുമ്പ്. പക്ഷെ ഞാൻ 0 ആയിരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാവും. മരിക്കുന്നതിന് മുമ്പ് ഒരു സിനിമയിലൂടെ അഭിനയിച്ചേക്കാം. ഇത് ആഗ്രഹമായിരുന്നു. എനിക്കിതുവരെ ആഗ്രഹിക്കാൻ സാധിച്ചില്ല. ഇത് സാധിച്ചില്ല. അഭിനയിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ആ സ്ഥലത്തുനിന്ന്, വളരെ ദൂരമുള്ള സ്ഥലമാണ്, അവിടെ ഞാൻ വണ്ടി കയറി ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ അദ്ദേഹം എന്നോട് ക്യാരക്ടറൊക്കെ പറയുന്നു. ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് നാളെ മുതലാളി ഈ പടം എടുക്കുന്ന പ്രൊഡ്യൂസറെ കാണാൻ പോകണമെന്ന് എന്നോട് പറയും. പ്രൊഡ്യൂസറെ ചെന്ന് കാണുമ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു, ഇയാളെ കാണാൻ ഒരു വില്ലൻ്റെ ലുക്കില്ല, അതുകൊണ്ട് നമുക്ക് വേറൊരു ഫേമസ് ആർട്ടിസ്റ്റ് അദ്ദേഹത്തിനെ വെച്ചത് ചെയ്യാം, ഇദ്ദേഹത്തിന് വേണ്ട. അത് ചെയ്തില്ല. ആ വേഷം ചെയ്തില്ല. ആ വേഷം എനിക്ക് വില്ലൻ്റെ ലുക്ക് ഇല്ലാത്തത് കൊണ്ട് എന്നെ മാറ്റിയിട്ട് വേറൊരാളെ വെച്ച് ചെയ്യാം എന്ന് പറയാം. തിരിച്ച് അദ്ദേഹത്തിന്റെ കാറിലാണ് ഞാൻ പോയത്. വിചാരിച്ചു, ദൈവമേ ആത്മഹത്യ മതിയായിരുന്നു, വെറുതെ ഞാൻ തിരിച്ചു വന്നു. ഒരു ലോഡ്ജിൽ അദ്ദേഹം താമസിക്കുന്നു. ആ ലോഡ്ജിൽ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത റൂമിൽ വേറൊരു റൈറ്റർ താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ അനിയൻ തന്നെയാണ്, CV ലതീഷ് കുമാർ. ലതീഷ് അവിടെ താമസിക്കുന്നു. അപ്പൊ ലതീഷ് ശ്രീഹൃദയം എന്ന് പറയുന്ന സീരിയൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ലതീഷ് എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ലതീഷ് പറഞ്ഞു, ശ്രീകാന്തേ, നമ്മുടെ സീരിയലിൽ നിങ്ങളൊരു വേഷം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും എനിക്ക് അതിനുള്ള ധൈര്യമില്ല, പക്ഷെ നമ്മുടെ ധൈര്യം ചോർന്നു പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് വില്ലനാണ്. നിങ്ങൾ നഴ്സറി റൈംസ് പാടിക്കൊണ്ട് ആൾക്കാരെ കൊല്ലുന്നു, നഴ്സറി റൈംസ് പാടിക്കൊണ്ട് ഒരു കുട്ടിയെ പീഡിപ്പിക്കുന്നു. ക്യാരക്ടർ ഇതാണ്, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് ക്യാരക്ടറൊക്കെ പറഞ്ഞു. എന്നിട്ട് വൈകുന്നേരം എന്നോട് പറഞ്ഞു, ഇന്ന് എൻ്റെ വൈകിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വരും, അപ്പോൾ ഈ ഫ്രണ്ടിനെ കൂടെ ഒന്ന് ഇത് കാണിക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് നാളെ ഷൂട്ട് സ്ഥലത്ത് പോകാം. ഞാൻ ലതീഷ്, ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, എന്നെ കൊണ്ട് ഇത്രയും ഹെവി ആയിട്ടൊരു സാധനം ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി ചെയ്യിക്കും. സംഭവം ഇതാണ്,
ഇത് തുമ്പ, ഇത് തുമ്പി. പേര് ശരിയല്ലേ? നിങ്ങളുടെ പേരോ? നിങ്ങളുടെ പേര് മാത്രം. എനിക്ക് അപ്പൂസിൻ്റെ പേരറിയാം, അമ്മൂസിൻ്റെ പേരറിയാം, അങ്ങനെ എല്ലാം അറിയാം. പിന്നെ ഹിന്ദു ആൻറ്റിയെ നോക്കുന്ന ഡോക്ടറല്ലേ ഞാൻ. എനിക്കറിഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾക്ക് നഴ്സറി റൈംസ് അറിയാം. ഒന്ന് പാടും, അങ്കിൾ കേൾക്കട്ടെ. ഏയ്, not like that. Johnny, Johnny, yes, Papa, eating sugar. No, Papa, telling lies. No, Papa, open your mouth. രോമാഞ്ചം ഉണ്ടാകുന്നു. ഈ സാധനമാണ് ചെയ്യാൻ പറഞ്ഞത്. ഇത് ഞാൻ ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഇപ്പോഴൊക്കെ ചെയ്തു, നാളെ ഞാൻ ചെയ്യത്തില്ല, കാരണം ഡയറക്ടറൊക്കെ നമ്മളെ പിടിച്ച് വരട്ടെ. അപ്പോൾ പുള്ളി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല. അതെന്താ സാർ അതെന്താണ് കുഴപ്പമില്ലാത്തത്? ഞാൻ പുള്ളിയെടുത്ത് വെച്ചു. പുള്ളി ഞാൻ തന്നെയാണ് ഡയറക്ടർ. പുള്ളി വെറുതെ അങ്ങനെ എനിക്ക് അതിനകത്തൊരു എൻട്രി കിട്ടി. പക്ഷേ ആ എൻട്രി കിട്ടി ആ എപ്പിസോഡ് 450 എപ്പിസോഡ് വരെ പോയി. എൻ്റെ കഴിവുകൊണ്ടല്ല, എൻ്റെ ഈശ്വരാധീനം കൊണ്ടും അങ്ങനെ അതിൽ എൻട്രി കിട്ടുകയും അതിൽ നിന്ന് അപ്പോഴാണ് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന ഹിന്ദി മൂവി വരുന്നതും ഹിന്ദി മൂവിയിൽ ഹിജ്ഡയായിട്ടുള്ള വേഷം കിട്ടാനുള്ള കാരണം എല്ലാം ആ റിങ്ങിൽ നിന്ന് തുടങ്ങുന്നു. അവിടെ ആ റിങ് ഒരു ദൈവത്തിൻ്റെ വിളി ആയിരിക്കാം. ദൈവം ഒരിക്കലും ദൈവത്തിന് എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ദൈവത്തിന് ഒരിക്കലും ഇപ്പോൾ പരമശിവനോ അല്ലെങ്കിൽ തമ്പുരാനായ യേശു ക്രിസ്തുവിനോ അല്ലെങ്കിൽ നബി അദ്ദേഹത്തിനോ ഒന്നും ഒരു മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ രൂപത്തിൽ ഇപ്പോൾ ശിവൻ ഗംഗയെല്ലാം തലയിൽ കൂടെ വരുന്ന അദ്ദേഹം വന്നിട്ട് നമ്മുടെ മുമ്പിൽ വരാൻ പറ്റും? ഒരിക്കലും സാധിക്കില്ല. ഞാനൊക്കെ അടുത്ത് നിൽക്കുമോ? പാമ്പൊക്കെ ഓടി തള്ളി കളയണം. അപ്പോൾ അതിന് സെപ്പറേറ്റ് ഒരു ടൂൾസിലൂടെയാണ് നമ്മളെപ്പോഴും എന്ന് പറഞ്ഞതുപോലെ ഗ്രേസി എന്ന് പറയുന്ന ആ ടൂളിലൂടെ അത് ഈശ്വരനായി, ആ ഈശ്വരനാണ് എന്നെ രക്ഷിച്ചത്. നോക്കൂ, ഞാൻ ആദ്യം തുടങ്ങിയെടുത്ത് നിൽക്കുന്നു. അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇതുപോലൊരു ഇൻ്റർവ്യൂവിന് എനിക്ക് വരാൻ സാധിക്കും. എനിക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ നല്ല കാലങ്ങൾ കിട്ടുമോ? ഇല്ല. സോ ഒരിക്കലും നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ താഴെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ അവിടെ നിന്നാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ദൈവം വിചാരിച്ചാൽ നിസ്സാര നേരം മതി എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ. സോ അല്ലേ, വലിയൊരു പാഠം എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായൊരു വലിയൊരു പാഠമാണ് ഇപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുത്തത് സ്വന്തം അനുഭവത്തിലൂടെ. അല്ല, ഇത് അനുഭവം, എൻ്റെ അനുഭവത്തിലൂടെ പറയുന്നത് സത്യമായിട്ട്. ഇതിനകത്ത് ഇപ്പം നിങ്ങൾ ആദ്യമായി കേൾക്കുന്നു, പക്ഷേ എന്നെ അറിയുന്നവരും ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്ന പലരും എൻ്റെ കാര്യം അറിയുന്നുള്ളവരുണ്ടാവും. ജോബിക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു കള്ളത്തരമൊന്നുമില്ല. ഗ്രേസി എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ നാടകത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട്. ഇന്നത്തെ ലീഡിങ് ഫേമസ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. ആ ദൈവത്തിൽ നിന്ന്, ആ ഈശ്വരനിൽ നിന്നാണ് എൻ്റെ ജീവിതം. ഇത് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ പറയുന്നതല്ല എന്നുള്ളത് എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും. ഇല്ലേ? തീർച്ചയായിട്ടും ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ പറഞ്ഞു. ദൈവം എന്ന് പറയുന്നത് ദൈവം പല സമയത്ത് പല രൂപത്തിൽ പല ഭാവത്തിൽ പലപ്പോഴായി നമ്മുടെ ആസന്ന നിമിഷത്തിൽ വന്ന് പ്രത്യക്ഷപ്പെടാറുണ്ട്. അങ്ങനെ ഒരു മനുഷ്യർക്കും കഷ്ടതയില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നടക്കണം, എങ്ങനെ നമ്മൾ ജീവിക്കണം, നമുക്ക് ഏതൊക്കെ സമയത്ത് ദൈവത്തിൻ്റെ ഹെൽപ്പ് ഉണ്ടാവും, ഇതെല്ലാം ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ ഈ വൈറ്റ് ശക്തി നമ്മുടെ കൂടെ ഉള്ളപ്പം അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഈവിൾ സ്പിരിറ്റും ഉണ്ട്. ആ ഈവിൾ സ്പിരിറ്റിനെ തിരിച്ചറിയുക. നമ്മൾ ഒരിക്കലും ആ ഈവിൾ സ്പിരിറ്റിന് വഴങ്ങാതിരിക്കുക. വഴങ്ങാൻ ഒരുപാട് സന്ദർഭങ്ങൾ വന്നുകൊണ്ടേ. നമ്മൾ ഏത് മെത്തോളജി വേണമെങ്കിലും എടുത്തോളൂ. ഒരു യക്ഷി അല്ലെങ്കിൽ ഒരു ഈവിൾ സ്പിരിറ്റിന്
മറ്റൊരാളുടെ ശക്തിയില്ലാതെ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ നമ്മൾ സീരിയലിലെ യക്ഷിമാരെ തന്നെ എടുത്തോളൂ. യക്ഷി വന്ന് വേറൊരു കുട്ടിയുടെ ശരീരത്തിൽ കയറി എന്നിട്ടാണ്. ദൈവത്തിന് അതൊന്നും വേണ്ട. ദൈവം ഇങ്ങനെ ചൂണ്ടിയാൽ നമ്മൾ തെറിച്ചു പോകും. ആ ദൈവത്തിന് നമുക്ക് പേടിയില്ല. ആ ദൈവത്തിന് നമ്മൾ പേടിക്കാതെ ഈ യക്ഷിയെ മാടനെ നമ്മൾ പേടിച്ചടക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു ദൈവം ഇടപെടുന്ന സ്നേഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളും ആരെയും ശത്രുക്കൾ ഉണ്ടാവാൻ നമുക്കും ആരെയും ദ്രോഹിക്കാൻ നമുക്കും കഴിയില്ല. കാരണം ദൈവം അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു, അളവുകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമുക്ക് കിട്ടുന്നു. അതിൻ്റെ ഒരു വഴിയാണ് നമുക്കിപ്പോൾ കിട്ടിയ ഈ ഒരു പാഠം, അനുഭവത്തിലൂടെ കിട്ടിയ ഈ പാഠം. ദൈവം അത്രമേൽ നമ്മൾ സ്നേഹിക്കുന്നു. ആ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഇടപെടുക, പെരുമാറുക. അങ്ങനെ നമ്മളോട് ഇത്രയും നേരം ഇടപെട്ട ശ്രീകാന്ത് വലിയൊരു പാഠം പഠിപ്പിച്ചു. ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം. കേരള വിഷൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ച ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ എല്ലാ ക്രൂസിനും, പ്രത്യേകിച്ച് എൻ്റെ ജോബിക്കും, നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ യാത്ര സഫലമായിരുന്നു അറിയില്ല.